Hi friends, ഇന്ന് പറയാൻ പോകുന്ന ഈ വീഡിയോ ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഇതൊരു റെക്കമെൻഡേഷനായിട്ട് എടുക്കാൻ പാടില്ല. ഇതൊരു എഡ്യൂക്കേഷനായിട്ട് നിങ്ങൾ എടുക്കണം. കാര്യം ഇതിനകത്ത് ഞാൻ ചില പ്രൈസ് ആക്ഷൻ ബിഹേവിയർ നിങ്ങളോട് പറയുന്നുണ്ട്. ഈ ബിഹേവിയർ നിങ്ങൾ മനസ്സിലാക്കുക. ബിഹേവിയർ വെച്ച് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ആ ബിഹേവിയർ കാണിക്കുന്ന സ്റ്റോക്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. നോക്കൂ, ഹെഡിങ് ഇതാണ്. നിഫ്റ്റി 763 പോയിൻറ്റ്സ് താഴെ പോയപ്പോൾ ബിറ്റ്വീൻ ഫെബ്രുവരി 8 മുതൽ ഇന്നലെ വരെയുള്ള ഡേറ്റ് താഴെ പോയപ്പോൾ ഇന്നലെ 13 ആയിരുന്നു. ഈ സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ, ഈ ഹാർഡ്ലി ഒരു മാസം കൊണ്ട് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 130% മുകളിലാണ് ശരിക്കും. അപ്പോൾ എന്താണ് ഈ സ്റ്റോക്കിലെ പ്രത്യേകത? സോ ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. ഞാൻ എൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് സ്മോൾ ക്യാപ്പിലാണ്, നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, സ്റ്റോക്കിൽ കൊടുത്ത സർട്ടൻ പ്രൈസ് ആക്ഷൻ പറയുന്നതിന് മുമ്പ് എൻ്റെ 10 പോയിൻറ്റ് ഫണ്ട് അനാലിസിസിൽ ഓരോ അനാലിസിസിലും ഗ്രീൻ മാർക്ക് കൊടുത്ത സ്റ്റോക്കാണിത്. അതിൻ്റെ അകത്ത് 2-3 അനാലിസിസ് ഞാൻ നിങ്ങളോട് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ എല്ലാ ക്വാർട്ടറിലും ഇങ്ങനത്തെ മൾട്ടി ബാഗർ ഒരു മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് റിട്ടേൺ തരുന്ന മൾട്ടി ബാഗർ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അവത്തിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ ശരിക്കും നിങ്ങൾ ആ മൾട്ടി ബാഗർ പിക്കിംഗ്, ആ ഫണ്ട് അനാലിസിസ് തറവായിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, റിസൾട്ട് വരുന്ന സമയത്ത് കുറച്ച് നേരം കൂടുതൽ രാത്രി മുഴുവൻ ഇരിക്കേണ്ടി വരും. അത് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ബിസിനസ്സാണ്. ഇതൊരു ബിസിനസ് അല്ലേ. നമ്മൾ ബിസിനസ്സിന് വേണ്ടി 3 ആഴ്ച 4 ആഴ്ച റിസൾട്ട് ടൈമിൽ ഹോൾ നൈറ്റ് സ്പെൻഡ് ചെയ്തേ മതിയാകൂ ശരിക്കും ഈ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് കിട്ടണമെങ്കിൽ. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. സക്സസ്സിന് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നമ്മൾ ടൈം കണ്ടെത്തണം, നമ്മൾ പേഷ്യൻസ് വേണം, ശരിക്കും നമുക്ക് ദൈവാനുഗ്രഹം വേണം. ഇത് 4 സക്സസ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പഠിക്കുക, പ്രാർത്ഥിക്കുക, എഫക്റ്റായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ശരിക്കും വീണ്ടും പറയുന്നത്, സ്റ്റോക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതൊരു റെക്കമെൻഡേഷനേ അല്ല, ഇതൊരു ഒബ്സർവേഷന് വേണ്ടി നാളെ ഒരു കാലത്ത് ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്ന പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്റ്റോക്ക് നിങ്ങളോട് ഡീറ്റെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഞാനിന്ന് പറയാൻ പോകുന്നത്, കഴിഞ്ഞ ഒരു മാസം ഫെബ്രുവരി മാസം 8-ാം തീയതി മുതൽ ഇന്നലെ 13th മാർച്ചിനുള്ളിൽ ഹാർഡ്ലി 20-22 ട്രേഡിംഗ് ഡേയ്സിനുള്ളിൽ അറൗണ്ട് 130% റിട്ടേൺ കൊടുത്ത ഒരു വണ്ടർ സ്മോൾ ക്യാപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിലാണ്. എന്തുകൊണ്ട് ഈ ഡീറ്റെയിൽ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുക, ഇതിൻ്റെ അകത്തുള്ള ബിഹേവിയർ പാറ്റേൺ മനസ്സിലാക്കുക. ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമ്മൾ ഡീറ്റെയിൽ ഫണ്ട് അനാലിസിസ് പഠിച്ചാൽ മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലാതെ സെലക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ടെക്നിക്കൽ അനാലിസിസും, ടെക്നിക്കൽ അനാലിസിസിനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള ബിഹേവിയർ പാറ്റേൺ കൂടെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാറാൻ തീർച്ചയായും സാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളോട് കാണിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഞാൻ ബിഹേവിയർ പാറ്റേൺ പറഞ്ഞു തരുന്നുണ്ട്. ഈ പാറ്റേൺ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ സ്റ്റോക്കുകളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അല്ല, നിങ്ങൾക്ക് മാർക്കറ്റിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ പാറ്റേണുള്ള സ്റ്റോക്കുകളെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ ട്രേഡിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ഈ സ്റ്റോക്ക് നിങ്ങളോട് പറയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി അനാലിസിസ് നിൽക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ, ദാറ്റ് മീൻസ് ഇയർ ഓൺ ഇയർ നോക്കാൻ നേരത്തെ ഡിസംബറിൽ 34 കോടിയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതാണ് ഈ ഡിസംബറിൽ 106 കോടിയായത്. സോ ഓൾമോസ്റ്റ് 3 times ആണ് വ്യത്യാസം വന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 14% നിന്ന് ഹ്യൂജ്ലി 21% ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തി ശരിക്കും. അതുപോലെ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് 61 കോടിയിൽ നിന്നും 84 കോടിയായിട്ട് കൂടി ശരിക്കും നെറ്റ് പ്രോഫിറ്റ്. നമുക്ക് പിയാൽ അക്കൗണ്ട് എടുക്കാം. പിയാൽ അക്കൗണ്ട് കഴിഞ്ഞ മാർച്ചിൽ 210 കോടി. നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ 3 കൊല്ലത്തെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുക. 119 കോടി, 157 കോടി, 210 കോടി. ട്രെയിലിംഗ് 12 months 297 കോടി ആയി കഴിഞ്ഞു സോഫാർ. ഇത് രണ്ടും സ്റ്റോക്കിൻ്റെ ഫണ്ടിൽ എന്തുമാത്രം എൻറിച്ച്മെൻ്റ് കൊടുത്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. WPIL ലിമിറ്റഡ് എന്നുള്ളതാണ് കമ്പനിയുടെ പേര്. ദിസ് കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 1952 ആണ് ശരിക്കും. ആൻഡ് ദേ ആർ എൻഗേജ്ഡ് എൻ്റർ വാല്യൂ ചെയിൻ ഓഫ് പമ്പ്സ് ആൻഡ് പമ്പിംഗ് സിസ്റ്റം, കമ്മീഷൻ ഇൻ ടു എക്സിക്യൂഷൻ ഓഫ് വാട്ടർ സപ്ലൈ ആണ് ബേസിക്കലി അവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദേ ആർ ടേക്കിംഗ് ലോട്ട് ഓഫ് turnkey പ്രോജക്ട്സ് ആക്ച്വലി. ആൻഡ് ദേ ആർ ഇൻ അലയൻസ് വിത്ത് സോ മെനി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. കൂടുതൽ അറിയണമെങ്കിൽ WPILൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി എടുത്താൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങളുടെ മുമ്പിലുള്ളത് ഈ കമ്പനിയുടെ WPILൻ്റെ ടെക്നിക്കൽ ചാർട്ടാണ് ശരിക്കും. റിസൾട്ട് വന്ന ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ്. അതിൻ്റെ അന്നത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 1195 ശരിക്കും.
കമ്പനി ഈ ലെവലിലൊന്നും ഒരു എക്സിറ്റ് കൊടുത്തിട്ടില്ല ശരിക്കും. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. റിസൾട്ട് വന്നതിൻ്റെ ആ ദിവസം 19.61% അപ്രീസിയേഷൻ വന്നത്. അടുത്ത ദിവസം ഒരു വീക്കായിട്ട് റെഡ് ക്യാൻഡിൽ എങ്ങനെയാണ് വന്നത്? ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തുടങ്ങി. 2 ക്യാൻഡിലും വീക്ക് ഡോജീസ് ആണ്. വീക്ക് ഡോജ് കഴിഞ്ഞിട്ട് വീണ്ടും സ്ട്രോങ് ക്യാൻഡിൽ വന്നു. ബിഹേവിയർ നോക്കും നിങ്ങൾ. ക്യാൻഡിൽ സ്ട്രോങ് ആണ്. ഇത് എത്രയാണ്? ക്ലോസ് 7% കൊടുത്തു. വീണ്ടും ഒരു വീക്ക് ക്യാൻഡിൽ വന്നു. പിന്നെ ഒരു സ്ട്രോങ് വൈഡ് റേഞ്ച് ക്യാൻഡിൽ WRC എന്ന് പറയും 5.09%. അടുത്ത ദിവസം കൊടുത്തത് 5.56%. പിന്നെ ഒരു കൊച്ചു പുൾ ബാക്ക് വന്നു. ഈ പുൾ ബാക്കിൽ നിന്ന് എക്സിറ്റ് ഇല്ല ശരിക്കും. കാര്യം മിനിമം സ്വിംഗ് ലോ കട്ട് ചെയ്തിട്ടില്ല സ്റ്റോക്ക്. അതിനുശേഷം വീണ്ടും ഒരു സംതിങ് അറൗണ്ട് 10% കൊടുത്തു, ഒരു ഗ്യാപ്പ് അപ്പായിട്ട്. അതിനുശേഷം പിന്നെ ഒരു 10%ലേക്കാണ് സ്റ്റോക്ക് നീങ്ങിയത്. പിന്നെ ഒരു ഗ്യാപ്പ് അപ്പ് കൊടുത്തു. ഗ്യാപ്പ് അപ്പ് കൊടുത്ത് എത്രയാണ് കൊടുത്തത്? 8.34%. അതിൻ്റെ നെക്സ്റ്റ് ഡേ 4.67%. എല്ലാം വൈഡ് റേഞ്ച് ക്യാൻഡിൽസ് ആണ്. ബിഹേവിയർ നോക്കുക സ്റ്റോക്കിൻ്റെ. റെഡ് ക്യാൻഡിൽസ് എല്ലാം വീക്കാണ്. ഹാർഡ്ലി വീക്ക് ഡോജീസും ഗ്രീൻ ക്യാൻഡിൽസ് വൈഡ് റേഞ്ച് വിത്ത് മൊമൻറ്റം ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ക്യാൻഡിൽ പോയി ഇന്നലെയാണ് ഒരു മീനിങ് ഫുൾ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിസൾട്ടിൻ്റെ അന്ന് ഓപ്പണിംഗ് ഡേയിൽ ഈ സ്റ്റോക്ക് 1195 ഓപ്പൺ ചെയ്ത സ്റ്റോക്ക് ഇന്നലെ എത്രയാണ് ഹൈ ഹിറ്റ് ചെയ്തത്? സംതിങ് അറൗണ്ട് 2560 രൂപ ഹൈ ഹിറ്റ് ചെയ്തു. 1400 രൂപയ്ക്ക് പ്ലസ് ആണ്. ഓവർ എ പീരീഡ് ഓഫ് ഹാർഡ്ലി 20-22 ട്രേഡിംഗ് ഡേയ്സ് സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ സംതിങ് അറൗണ്ട് 130% ആണ് റിട്ടേൺ കൊടുത്തത്. ഇങ്ങനത്തെ സ്റ്റോക്ക് കണ്ടുപിടിക്കുന്ന റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇങ്ങനത്തെ സ്റ്റോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഫണ്ട തറവായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഇങ്ങനത്തെ സ്റ്റോക്കിൽ നിങ്ങളുടെ ടെക്നിക്കലും ബിഹേവിയർ പാറ്റേൺ കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ശരിക്കും സ്റ്റോക്ക് ഫൈൻഡിങ് വളരെ ക്രിട്ടിക്കലായിട്ട് പഠിക്കാനുള്ള സംഗതിയാണ്. റിസൾട്ട് സീസണിൽ അറൗണ്ട് 30-40 ഡേയ്സ് ഹോൾ നൈറ്റ് ഇരുന്ന് വേണം ഓരോ സ്റ്റോക്ക് നിങ്ങൾ ഫണ്ട ബേസ്ഡ് അനലൈസ് ചെയ്ത് നിങ്ങൾ എടുക്കാനായിട്ട്. കാര്യം ഇതൊരു സ്ട്രോങ് ബിസിനസ്സാണ്, സീരിയസ് ബിസിനസ്സാണ്. സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച്, സീരിയസ് ലേണിംഗ്, സീരിയസ് സ്കിൽ ഡെമോൺസ്ട്രേഷൻ ഇത് വളരെ എസെൻഷ്യലാണ് നിന്ന് പോകാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു വാൽ ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, ഒരു 30-40 സ്റ്റോക്സിൻ്റെ വാൽ ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ആ സ്റ്റോക്സിൽ മാത്രമേ പിന്നുള്ള 3 മാസം ആ ക്വാർട്ടർ തീരുന്നവരെ നിങ്ങൾ നിൽക്കാവുള്ളൂ. വേറെ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ പോകല്. ഈ സ്റ്റോക്ക് തന്നെ ഈ നിങ്ങളുടെ ഫണ്ടയിലെ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്കിനാണ് നിങ്ങൾക്ക് ഫെൻറ്റാസ്റ്റിക് റിട്ടേൺ ആ ഒരു പീരീഡ് ഓഫ് 3 to 4 months ഒക്കെ തരാൻ സാധിക്കും. ശരിക്കും ആ ഒരു കോൺഫിഡൻസിൽ, വിശ്വാസത്തിൽ വേണം നിങ്ങൾ പോകാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ക്വാർട്ടറിലും ഇതുപോലത്തെ സ്റ്റോക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ തറവാണെങ്കിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ് റഷ്യ-യുക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്തത്. 2022 ഫെബ്രുവരി 24. അന്നത്തെ നഹർ പോളി എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസും 1 മാസം കൊണ്ട് കൊടുത്ത റിട്ടേൺ നിങ്ങളൊന്ന് എടുത്തു നോക്കാം. അന്നത്തെ GMDs എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസും അത് ഒറ്റ മാസം കൊണ്ട് കൊടുത്ത റിട്ടേണിൻ്റെ ഡിഫറൻസ് നിങ്ങളൊന്ന് എടുത്തു നോക്കും. എല്ലാ ക്വാർട്ടറിലും നിങ്ങൾക്ക് ഒരു മൾട്ടി ബാഗർ നിങ്ങൾ തറവാണെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്വാർട്ടറിൽ 100% മേളിൽ റിട്ടേൺ കൊടുത്ത സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം സ്റ്റോക്കാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ മൾട്ടി ബാഗ് റിട്ടേൺ കൊടുത്തത് ഓവർ എ പീരീഡ് ഓഫ് ഹാർഡ്ലി 1.5 മാസം. ഇതാണ് റിസൾട്ട് വന്ന ദിവസം. റിസൾട്ട് വന്നപ്പോൾ ഈ സ്റ്റോക്ക് ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക്, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സ്റ്റോക്ക് 129.10 ആയിരുന്നു. ആ സ്റ്റോക്ക് ഓവർ എ പീരീഡ് ഓഫ് ഹാർഡ്ലി 1.5 മാസം കൊണ്ട് എന്ത് ഹിറ്റ് ചെയ്തു? 390 രൂപ ഹിറ്റ് ചെയ്തു. 120 to 390 എന്ത് സംതിങ് അറൗണ്ട് 300% ആണ് റിട്ടേൺ. 3 ടൈംസിന് മുകളിലാണ് റിട്ടേൺ കൊടുത്തത്. ആ പാടൊരു പുൾ ബാക്ക് വന്നത് ഇവിടെ ഒരു പുൾ ബാക്ക് മാത്രമേ വന്നുള്ളൂ. ഇത് ബേസിക്കലി 3-4 എന്ന് പറയുന്ന ഒരു പുൾ ബാക്ക് സ്ട്രാറ്റജിയിലുള്ള സംഗതിയാണ്. ഈ സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കേണ്ട സംഗതിയാണ്. 3-4 കഴിഞ്ഞതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും സ്ട്രോങ് ആയിട്ട് കയറിപ്പോയി. നോക്ക്, ഓരോ ദിവസവും ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പാണ്. ഗ്യാപ്പ് അപ്പ് വിത്ത് മൊമൻറ്റം ക്യാൻഡിൽ കാണിക്കുന്നത് സ്റ്റോക്കിലെ ഹ്യൂജ് ബൈങ്, ഹ്യൂജ് ഡിമാൻഡിനെയാണ് കാണിക്കുന്നത്. ആ ഡിമാൻഡ് ഓൾമോസ്റ്റ് ടോപ്പ് 3 ടൈം സ്റ്റോക്ക് റിട്ടേൺ കൊടുത്തിട്ടാണ് സ്റ്റോക്ക് താഴെ പോയത്. ഇത് കഴിഞ്ഞ ക്വാർട്ടറിലെ ദാറ്റ് മീൻസ് Q2 റിസൾട്ട് വന്ന Q3യിലെ സ്റ്റോക്കിൻ്റെ ബിഹേവിയറാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. എല്ലാ ക്വാർട്ടറിലും ഒരു മൾട്ടി ബാഗർ നിങ്ങൾ പിക്ക് ചെയ്യാൻ സാധിക്കണം. ശരിക്കും ഈ മൾട്ടി ബാഗർ നിങ്ങൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിരിക്കണം. ശരിക്കും ഫ്രണ്ട്സ്, വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്തത് ആബ്സൊല്യൂട്ട്ലി നോട്ട് ഫോർ എ റെക്കമെൻഡേഷൻ. പഠിക്കാൻ വേണ്ടിയാണ്, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങൾക്കും സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എഗൻസ്റ്റ് ആയിട്ട് എപ്പോഴും പല സ്റ്റോക്കുകൾ മൂവ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി താഴെ പോയുണ്ട്, എല്ലാ സ്റ്റോക്കും താഴെ പോയെന്നോ, നിഫ്റ്റി നേരെ കയറിപ്പോയുണ്ട്, എല്ലാ സ്റ്റോക്കും കയറിപ്പോയെന്നോ ഉള്ള ഒരു അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. നിഫ്റ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ധാരാളം സ്റ്റോക്കുകൾ മാർക്കറ്റിൽ ഇന്നുമുണ്ട്, എപ്പോഴും ഉണ്ട്. ശരിക്കും ഇതിനെ കണ്ടെത്താനായിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യുക, പഠിക്കുക, ഒബ്സർവ് ചെയ്യുക, പേഷ്യൻസോടെ കാത്തിരിക്കുക ആൻഡ് പ്രാർത്ഥിക്കുക. സൈനിങ് ഓഫ്.